ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ കളി മറന്നിരിക്കുകയാണ്. വലിയ ബാറ്റിംഗ് തകർച്ചയാണ് ഇന്ത്യ നേരിടുന്നത്. ഓസ്ട്രേലിയയുടെ 445 റൺസ് എന്ന ഒന്നാം ഇന്നിംഗ്സ് സ്കോറിന് മറുപടിക്കിറങ്ങിയ ഇന്ത്യ 4 വിക്കറ്റിന് 48 റൺസ് എന്ന നിലയിലാണ്. യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത് എന്നിവരുടെ വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ വിക്കറ്റ് വലിച്ചെറിയുന്ന ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആദ്യ ടെസ്റ്റിന് ശേഷം ഇന്ത്യക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെല്ലാം മികച്ച കൂട്ടുകെട്ടുണ്ടാക്കാൻ സാധിക്കാതെ വിക്കറ്റ് തുലയ്ക്കുന്നതാണ് കാണാനാവുന്നത്. ഇടയ്ക്കിടെ മഴ കളി തടസ്സപ്പെടുത്തുന്നതും ഇന്ത്യയുടെ താളം തെറ്റിക്കുന്നു. ഇപ്പോഴിതാ ഇന്ത്യയുടെ പിഴവ് തുറന്നുകാട്ടി വിമർശിച്ചിരിക്കുകയാണ് മുൻ താരമായ സഞ്ജയ് മഞ്ചേക്കർ. ഇന്ത്യൻ താരങ്ങളുടെ വിക്കറ്റ് നഷ്ടമായത് നോക്കുമ്പോൾ നിഴലിച്ചു നിൽക്കുന്നത് ഷോട്ട് തിരഞ്ഞെടുപ്പിലെ പോരായ്മയാണ്. ടെസ്റ്റിൽ കാട്ടേണ്ട സാമാന്യക്ഷമ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര കാട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ബാറ്റിംഗിൽ ഇന്ത്യക്ക് താളം തെറ്റുകയാണ്. സമാന രീതിയിലാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് വിക്കറ്റ് നഷ്ടമാവുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് പരിശീലകനെതിരെയാണ് സഞ്ജയ് വിമർശനമുയർത്തുന്നത്. ഒരേ പിഴവ് തിരുത്താൻ പരിശീലകൻ ഇടപെടുന്നില്ലെന്നാണ് സഞ്ജയ് മഞ്ചേക്കർ വിലയിരുത്തുന്നത്. ലീവ് ചെയ്ത് കളിക്കാൻ താരങ്ങൾ തയ്യാറാവുന്നില്ല. എല്ലാ താരങ്ങളും എല്ലാ പന്തുകളും കളിക്കാൻ ശ്രമിക്കുന്നു. ടെസ്റ്റിൽ അല്പം കൂടി ക്ഷമ അത്യാവശ്യമാണ്. പക്ഷേ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ അതിന് തയ്യാറാവുന്നില്ല. ഇതാണ് തകർച്ചയ്ക്ക് കാരണമാവുന്നത്. ആങ്കർ റോളിൽ ചേതേശ്വർ പൂജാരയെ പോലൊരു താരത്തെ ഇന്ത്യ നന്നായി മിസ് ചെയ്യുന്നു. KL രാഹുൽ ഒരു വശത്ത് മികവ് കാട്ടുമ്പോഴും മികച്ച പിന്തുണ നൽകാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് സ്കോർ 200 കടത്താൻ പോലും സാധിക്കുന്നില്ല. പെർത്തിൽ 150-ലൊതുങ്ങിയ ഇന്ത്യ അഡ്ലേഡിൽ 180, 175 എന്നിങ്ങനെ സ്കോറുകൾക്കാണ് പുറത്തായത്. 3 ഇന്നിംഗ്സിലും ഇന്ത്യക്ക് പ്രതീക്ഷിച്ച നിലവാരം കാട്ടാനായില്ല. സിംഗിളുകളിലൂടെ റൺസ് ഉയർത്തുകയെന്ന ശൈലി ഇന്ത്യ മറന്നുപോകുന്നു. വിരാട് കോഹ്ലി ഇന്ത്യയുടെ സീനിയർ താരമാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന താരമാണ് അദ്ദേഹം. എന്നാൽ തുടർച്ചയായി ഓഫ് സൈഡ് കെണിയിൽ കോഹ്ലി വീഴുകയാണ്. കോഹ്ലിയുടെ ദൗർബല്യമായി ഇത് മാറുന്നു. 4 സിസ്റ്റം ലൈനിൽ വരുന്ന പന്തുകളിൽ കോഹ്ലി ബാറ്റ് വയ്ക്കാൻ മടി കാട്ടുന്നില്ല. ഇതോടെ സ്ലിപ്പിലോ വിക്കറ്റ് കീപ്പർക്കോ ക്യാച്ച് നൽകി കോഹ്ലി പുറത്താവുന്നത് ശീലമാകുന്നു. ഗാബയിലും ഇതേ പിഴവിലാണ് കോഹ്ലി വിക്കറ്റ് തുലച്ചത്. വിരാട് കോഹ്ലിയെപ്പോലെ അനുഭവസമ്പന്നനും പ്രതിഭാശാലിയുമായ താരം പിഴവുകളിൽ നിന്ന് പാഠം പഠിക്കുന്നില്ലെന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ വലിയ അഴിച്ചുപണി അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ക്ലാസിക് താരങ്ങളെയും ക്ഷമയോടെ കളിക്കുന്നവരെയുമാണ് ടീമിന് ആവശ്യം. എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അനാവശ്യ ഷോട്ട് കളിച്ച് വിക്കറ്റ് തുലയ്ക്കുകയാണ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവർക്കെല്ലാം ടീമിലെ സ്ഥാനം നഷ്ടമാവാൻ സാധ്യത കൂടുതലാണ്. സായ് സുദർശനെ പോലെയുള്ള ചില യുവതാരങ്ങളെ ഇന്ത്യ ടെസ്റ്റ് ടീമിലേക്ക് വിളിക്കുമെന്ന് നിസ്സംശയം പറയാം.